അങ്ങനെ 1944 ജൂൺ 2-ന് ചേട്ടാ ഒരു കൊറിയർ ഉണ്ടായിരുന്നേ. അകത്താളുണ്ട്, വിളിച്ചു. അല്ല ഞാൻ വിളിച്ചിരുന്നു. അപ്പം ഇതാ വീട്. ഒന്ന് OTP പറഞ്ഞുതരാം. അതെ സുഹൃത്തെ, അകത്താളുണ്ട്, വിളിച്ചോളാം. ഓർഡർ ചെയ്ത ആളകത്തോണ്ട് വിളി. ചേച്ചി ചേച്ചി എന്തുവാടോ? ആ ചേച്ചി ഒരു കൊറിയർ ഉണ്ടായിരുന്നു. കൊറിയറിന്റെ OTP ഞാൻ നിങ്ങളുടെ നമ്പറിലെ OTP പറഞ്ഞേക്കുന്നത്. എന്റെ നമ്പറിൽ എന്തിനാ നീ ഓർഡർ ചെയ്തേ? ഞാൻ നിങ്ങളുടെ നമ്പർ വെച്ചിട്ട് ഇപ്പൊ അക്കൗണ്ട് എടുത്തേക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നമ്പറിലെ OTP എടുത്തുള്ളൂ. ശരി, എന്തോ ഇത്? നിനക്ക് നിന്റെ കയ്യിൽ പൈസ കൊടുത്ത് സാധനം വെച്ചാ പോരെ? എന്റെ കയ്യിൽ പൈസ ഒന്നുമില്ല. പൈസ കൂടെ കൊടുക്കേ. ഇത് വേണോ? പൈസ കൊടുക്കേട്ടാ. നിങ്ങളുടെ നമ്പറിൽ OTP എടുത്തുള്ളൂ. നിങ്ങളുടെ ഫോൺ ഇങ്ങോട്ടോ. എനിക്ക് അറേഞ്ച് ചെയ്യാൻ എത്ര രൂപയാടോ? മാഡം 130. 3212. താങ്ക് യു. നിങ്ങളെ ഫോൺ എന്ത് സാധനം? അത് നിങ്ങോട്ട് പറഞ്ഞ സൗകര്യമില്ല. ചേട്ടാ ഞാനിപ്പോൾ ഒരു 3-4 തവണ ഇവിടെ വരുന്നു. ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്. അത് ചേട്ടൻ്റെ ആരാ? പെങ്ങളാണോ അതോ എന്തെങ്കിലും? അല്ല, എന്റെ വൈഫാ, ഭാര്യ. ഭാര്യയാണോ അത്? ആ. എൻ്റെ പൊന്നിയേട്ടാ പറയുന്നുണ്ടെന്ന് തോന്നല്ലോ. പട്ടി പൂച്ചോട്ടെ ചേട്ടനെ. തനിക്ക് തോന്നുന്നതായിരിക്കും. എൻ്റെ പൊന്നിയേട്ടാ പുറത്തുനിന്ന് ഒരാൾ വന്ന് കയറി കണ്ടു കഴിഞ്ഞാണല്ലോ ചേട്ടനെ കുറിച്ച് വെറും എന്താ പറയുക, നെഗറ്റീവായിട്ടേ വിചാരിക്കത്തുള്ളൂ. ഒരിച്ചിരി ബഹുമാനം, ഒരിച്ചിരി സ്നേഹം, അതൊന്നും ഇല്ല ഇവർക്ക്. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളെ? 3 വർഷം. 3 വർഷമായി. അപ്പോൾ 3 വർഷമായിട്ട് ചേട്ടനെ അനുഭവിച്ചോണ്ടിരിക്കില്ലേ? പുറത്തുനിന്ന് അങ്ങനെയൊക്കെയാണ് കാണുന്നത്. പിന്നെ പൊന്നിയേട്ടാ പുറത്ത് ഞാനിപ്പോൾ വന്ന് കയറിയതാണ്ട് എനിക്ക് ഈ അയൽപക്കക്കാർക്കെല്ലാം എന്തൊക്കെയായിരിക്കും തോന്നുന്നത്. ഒരു മാസം 3-4 തവണ ഞാനോട് വരും. ഈ വന്നപ്പോഴെല്ലാം പുള്ളിക്കാരത്ത് ഇങ്ങനെ ചേട്ടൻ എടുത്ത് കാണിക്കുന്നത് മോശമായിട്ട്. അതൊക്കെ ആണാന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. എൻ്റെ പെണ്ണുപിള്ള എൻ്റെ ഭാര്യ നോക്കി പഠിക്കണം. ഞാൻ പറയുന്നിടത്ത് നിൽക്കുള്ളൂ. അങ്ങനത്തെ ഒരുത്തിയുള്ളൂ. ഇല്ലെങ്കിൽ അവർക്കറിയാം 5 പേരിൽ ഇരിക്കും കേട്ടോ. ഇനിയെങ്കിലും ചേട്ടൻ നന്നാവാൻ നോക്കി. ഇല്ലെങ്കിൽ സത്യം താൻ തമാശ പറഞ്ഞില്ല. ഒരു ആണായിട്ടൊന്ന് ജീവിക്കും. സോറി സുഹൃത്തെ, ഇനി ശ്രദ്ധിക്കാം. ഏട്ടാ അതൊന്നും തുറന്നോ? അത് നിനക്ക് കഴിയില്ലയോ? പൊട്ടിക്കാൻ കൊണ്ട് നിങ്ങളിവിടെ ചുമ്മാ പിണ്ടം കൊണ്ടിരിക്കുമല്ലോ. ഒന്ന് പൊട്ടിച്ചതാ അത്. ദാണ്ട ഞാനൊരു കാര്യം പറയാം. ഈ വരുന്നവരെ പോകുന്നവരെ മുമ്പ് വെച്ച് എന്നെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ എന്ത് വരുന്ന കേട്ടാ? നീ ഒന്നും ചെയ്യുന്നില്ലയോ? ഈ കാണുന്നവർക്ക് തോന്നി തുടങ്ങിയല്ലോ അത്. ഈ ഭർത്താവിനോട് സ്നേഹവും കരുണയില്ലാത്ത നീ മാത്രമേ കാണത്തുള്ളൂ ഭൂമിയിൽ. ഇങ്ങനെ തുറന്നു. എനിക്ക് സ്നേഹം ഇല്ലാണ്ടാണ്. എന്റെ സായിഭാവം ഇങ്ങനെ ഞാൻ ഇങ്ങനെ പെരുമാറുന്നില്ല. സ്നേഹം ഇല്ലായിട്ടൊന്നുമല്ല. എന്ത് സ്ഥായിഭാവമായ ആൾക്കാർ മുമ്പ് വെച്ച് മനസ്സിനെ അപമാനിക്കുന്നതല്ല സ്ഥായിഭാവം. ഞാൻ അപമാനിച്ചൊന്നുമല്ല ഏട്ടാ. ഞാൻ കാര്യമല്ലേ പറഞ്ഞുള്ളൂ. എന്താ OTP പറഞ്ഞു കൊടുക്കാത്തന്നല്ലേ ചോദിച്ചുള്ളൂ. എന്നോട് തന്നെ ചൂടാവുന്നേ. ചൂടാവുന്നേ നീ പറഞ്ഞ കാര്യം വെച്ചിട്ടാ പറഞ്ഞത്. ഒരു ബഹുമാനം വേണം മനുഷ്യനോട്, ബഹുമാനം. ഇവിടെ ബാക്കിയുള്ള ബഹുമാനം കാണിക്കുന്നില്ല. നിക്കണക്കിന് എന്റെ കൂട്ടുകാരൻ വീട്ടോട്ട് പോയി നിങ്ങളുടെ അവസ്ഥ എന്തുമായിരിക്കും? നിങ്ങൾ അത് കണ്ട എന്തോ പറയപ്പം? എന്തോ അവന്റെ വീട്ടോടൊന്ന് ചെല്ലണം. അവൾ അവനെ പെടുത്തി കൂട്ടുന്ന കണ്ട എന്റെ ഭഗവാനെ നിങ്ങൾ ദേവിയാന്ന് പറഞ്ഞു. ദേവി എന്നെ പോയിട്ട് പൂജിക്കും നിങ്ങൾ. മൂദേവിയായിട്ടായിരിക്കും. വൃത്തിയോട് പറയരുത് കേട്ടോ. അവൻ എങ്ങാനും അവളോട് രാവിലെ എന്റെ ഒരു ചായ ചോദിച്ച ഇയാൾക്കെന്തോ കൈയില്ലയോ? തിളപ്പിച്ച് കുടിച്ചാലെന്താ? ഇനി എന്റെ ഡ്രസ്സ് തേച്ചത് എവിടാ മോളെ വെച്ചേക്കുന്നതെന്ന് ചോദിച്ച അതെന്താ തേപ്പോട്ട് ഞാൻ ചൂടാക്കിയാൽ മാത്രമേ ചൂടാവത്തുള്ളൂ? വേണമെങ്കിൽ എടുത്ത് വെച്ച് തേക്കടോ. ഇതെല്ലാം പോയിട്ട് ഉണ്ടാക്കിയ കറിക്ക് അങ്ങനെ ഉപ്പ് കുറഞ്ഞു പോയി എന്നൊന്ന് പറഞ്ഞു പോയാ. ആ നേരം വെളുത്ത് നന്നായി കഷ്ടപ്പെട്ട് കിടന്ന് ഉണ്ടാക്കുന്നതാ. ചിലപ്പോ ഉപ്പ് കൂടും, പുളി കൂടും, മുളക് കൂടും. കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എണ്ണീറ്റ് പോടോ. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ അവിടെ രാജാവിനെ പോലെ വാഴുന്നത്. രാജാവിനെ പോലെ. ഇതൊക്കെ നീ പറയുന്നില്ലയോ? നേരിട്ട് കണ്ടിട്ടൊന്നുമില്ലല്ലോ. ഞാൻ നേരിട്ട് കണ്ട എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ കണ്ടതാ. കണ്ടിട്ട് അപ്പൊ തന്നെ അവനെ വിളിച്ചു പറഞ്ഞതാ. നിങ്ങൾക്ക് അത്ര വലിയ സംശയമാണ്. ഇന്ന് വൈകുന്നേരത്തിന് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ അവിടെ വിളിച്ചു പറയൊന്നും വേണ്ട. നമുക്ക് നേരെ കയറിച്ചല്ല. അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് പോകണം. നിന്നെക്കാട്ട് വലിയൊരു താട ഈ ഭൂമിയിലുണ്ടെങ്കിൽ എനിക്ക് അതിനെ ഒന്ന് കാണണം. ആ കണ്ടോ, ഇന്നിതാദ്യം പൊടിച്ചതാ. അതാന്ന് തോന്നുന്നു വീട്. അവന്റെ അമ്മയപ്പം വെച്ചു കൊടുത്ത വീടാ. അവനിവിടെ താമസിക്കുന്നത്. ഉറപ്പാണോ? ഉറപ്പാന്നാ തോന്നുന്നു. അങ്ങോട്ട് പോക്കോ. ദൈവം തമ്പുരാനെ, ഇവളെന്തോത്തിന് ഇവിടെ ഭർത്താവിനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരുന്നത്? ന്യൂസ് എല്ലായിടത്തും എത്തിക്കാനായിരിക്കും. മൂടാനായിട്ട്. ഇതൊന്നും വൃത്തിക്ക് തേച്ചില്ല. ഇതാണ്ട് ഇതെല്ലാം ചുളുങ്ങിയിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഷർട്ട് തേക്കുമ്പോ എന്റെ ഡ്രസ്സ് ചൊവ്വേ നേരെ തേച്ചാൽ എന്താ? നിങ്ങളോട് ഞാൻ എപ്പോഴെപ്പോഴും പറയണോ? അല്ലെങ്കിൽ തന്നെ നാട്ടുകാർ മൊത്തം പറയുന്നത് ഞാൻ നിങ്ങളെ ഭരിക്കുവാന്നാ. ഇനി ഞാൻ ഓരോന്ന് പറഞ്ഞിട്ട് വേണം അവര് പിന്നെ പറയാൻ. എടി ഞാനത് തേച്ച് തരാം നിനക്ക്. തേച്ചു തന്നു. എന്തുവാ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? എന്തുവാ? അതെ, എൻ്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ കൂട്ടുകാരി ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ആരെ ഇങ്ങോട്ട് വിളിച്ച് വരുത്തരുത്? എനിക്ക് വെച്ച് വിളമ്പാൻ വയ്യ. വെച്ച് വിളമ്പരുത്, അതിനുവേണ്ടി ഞാൻ പറഞ്ഞത്. വരുവാന്ന് വെള്ളം കൊടുത്താൽ വിട്ടേക്കണം, അത്രയേ ഉള്ളൂ. പക്ഷേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ? ഞാൻ 1 മണിക്കൂറത്തേക്ക് നിന്നെ ഒന്ന് ഭരിച്ചോട്ടെ? എന്തുവാ? കൂട്ടുകാരുടെക്ക് പൊതുവെ ഒരു പറച്ചിലുണ്ട്, ഞാൻ അച്ചി വീട്ടിൽ കിടക്കുമ്പോൾ നീ എന്നെ ഭയങ്കര ഭരണമാണ്. അവളിവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ആകെ സീനാണ്. അതുകൊണ്ടാണ് 1 മണിക്കൂർ ഞാൻ നിന്നെ ഒന്ന് ഭരിച്ചോട്ടെ? വേണ്ട. എടി 1 മണിക്കൂർ മാത്രം. നിനക്ക് എന്താ വേണേലും ഞാൻ മേടിച്ചു തരാം. അങ്ങനെ ആണെങ്കിൽ 25,000 രൂപയുടെ ഒരു സാരി ഞാൻ വാങ്ങിക്കും. ആ പൈസ പകുതിയാക്കാൻ പറ്റുമോ? എനിക്ക് 1/2 മണിക്കൂർ ഭരിച്ചാൽ മതി. മേടിച്ചോ.
എങ്കിൽ വരിച്ചോ, 1 മണിക്കൂർ മാത്രം. എന്തുണ്ട്? സുഖം. എന്തുണ്ട്? സുഖം. പുതിയ വീടാണോ? ആ, തൻ്റെ അച്ഛൻ വെച്ച് തന്നതല്ലേ? മനു എങ്ങനെയുണ്ട്? എന്തുവാ? മനുവല്ല, മനുവേട്ടൻ. ഭയങ്കര ചൂടന. എനിക്ക് പേര് കേൾക്കുമ്പോഴേ പേടിയാ, കൈയൊക്കെ വിറയ്ക്കുന്നു. ഗ്രൂപ്പിൽ പക്ഷെ അങ്ങനെയല്ലോ പറഞ്ഞു. ഒന്നുമില്ല. പക്ഷെ അവൻ പണ്ട് അങ്ങനെ ഒന്നും അല്ലായിരുന്നു, അങ്ങനെ ചൂടാവുന്ന ടൈപ്പ് ഒന്നും അല്ലായിരുന്നു. എപ്പോഴും ചൂടാ. ആണോ? അവൻ പീരീഡ്സിന്റെ സമയത്താണ്. ഈ പീരീഡ്സ് ആവുന്ന സമയത്തൊക്കെ മൂഡ് സ്വിങ്സ് വന്നിട്ട് ദേഷ്യപ്പെടുന്നില്ലയോ? എനിക്ക് ദേഷ്യമേ വരാറില്ല. ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുവോ? മനുവിനെ പറ്റി അങ്ങനൊന്നും അല്ല ഗ്രൂപ്പിൽ പറയുന്നേ. അല്ല, മനു ഭയങ്കര പാവാ. പണ്ടേ ഭയങ്കര പാവാ. ഇപ്പൊ ഭയങ്കര ചൂടനല്ലേ? എന്റെ ഏട്ടനും ഭയങ്കര ചൂടനാ. ആണോ? എന്താടാ? നിന്നില്ലേ അവിടെ? തന്നെയാ. 2 പേര് വെയിലത്ത് ഒന്ന് കയറി വന്നിരിക്കുക. ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു. അവർക്ക് വെള്ളം കൊടുക്കണമെന്ന് നിനക്ക് അറിയത്തില്ലയോ? നീ എന്തിനാ ഇങ്ങനെ ചൂടാവുന്നേ? ചൂടായതല്ലടി, കാര്യം പറഞ്ഞ് അതൊക്കെ പറയേണ്ട സമയത്ത് പറയണം. ഡേ, അവർക്ക് വെള്ളം എടുക്ക്. കുറെ നേരം ആ പയ്യൻ അവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് വാ ഒന്ന്. പെട്ടെന്ന് ആയിക്കോട്ടെ, പെട്ടെന്ന്. നീ പാടി അങ്ങോട്ടു. ഏട്ടനും എങ്ങനെ ചൂടാവുന്നേ? എനിക്കും ഭയങ്കര പേടിയാ. ഇത്രയും ചൂടാവത്തില്ല. ഞാൻ അങ്ങോട്ട്. എവിടെ വർക്ക് ചെയ്യുന്നേ? ഞാൻ കുസാറ്റ്. കുസാറ്റിലല്ലേ? ഓ. ഡേ, ചപ്പാത്തി പലകയ്ക്കകത്താണോ ഗസ്റ്റിന് വെള്ളം കൊണ്ടിരുന്നത്? കണ്ടിട്ട് ചപ്പാത്തി പല പോലെ ഉണ്ടല്ലോ. കൊടുക്ക്. അവരിണ്ണീച്ച് വന്ന് വെള്ളം എടുത്ത് കുടിക്കുവോ? അയ്യോ, അത് കുഴപ്പമില്ല, ഞങ്ങളെടുത്ത് കുടിച്ചോളാം. സാരമില്ല. പാരോ, നോട്ട് ടോക്ക് സ്റ്റുപ്പിഡ്. അവർക്ക് എടുത്തു കൊടുക്ക. പ്രോപ്പറായിട്ട് കൊടുക്കത്. എന്തുവാ? ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോ അവരോടൊപ്പം കയറി സോഫ കാല് പൊക്കി ഇരിക്കരുതെന്ന്. അയ്യോ, അതൊന്നും കുഴപ്പമില്ല, സാരമില്ല. അതൊന്നും. തന്റെ പേരെന്തായിരുന്നു? വിഷ്ണു. ഇക്കാര്യത്തിൽ ഇടപെടണ്ട. അപ്പപ്പോ ഉള്ള കാര്യങ്ങൾ അപ്പ പറഞ്ഞു തീർക്കണം. ഇത് പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. അതാ ഇപ്പഴങ്ങ് തീർത്ത ഞാൻ. മനസ്സിലായോ? ആണുങ്ങളുടെ പറയാൻ നിൽക്കടി. പറയാൻ നിൽക്കി. അതൊന്നും സാരമില്ല. എന്റെ പാറു, ഞാൻ പറഞ്ഞല്ലോ, അപ്പ തീർത്ത് വേണം. അല്ലെങ്കിൽ എന്താ എന്താ എന്താ? ആ ചേട്ടാ, ഒന്ന് വാഷ്റൂം പോണായിരുന്നു. ടോയ്ലറ്റ് എവിടെ പറഞ്ഞു തന്നായിരുന്നു. ആ മീര, വിഷ്ണുവിന് ടോയ്ലറ്റിൽ പോണം. ചെന്ന് കഴുകി കൊടുക്ക. ചെല്ല. ബാത്റൂമിൽ പോയി കഴുകിട്ടോ നോക്കാം. പോയി കഴുകി കൊടുക്കാന്. അല്ല, കുഴപ്പമില്ല. ചെല്ലടേ. പോ. മീരേ, മീരേ. ആ, ഇവിടെ നിൽക്ക. അവിടെ നിൽക്കുക. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ എങ്ങോട്ട് പോകണമെന്നായിരുന്നു പറഞ്ഞത്? ഷോപ്പിങ്ങിന്. നിന്റെ ഡ്രസ്സൊക്കെ റെഡിയാണോ? എന്റെ ഡ്രസ്സ് റെഡിയാണോ? റെഡി അല്ല. നിന്റെ ഡ്രസ്സ് തേച്ചോ? നീ എന്റെ ഡ്രസ്സ് തേച്ചോ? തേച്ചില്ല ഇതുവരെ. എങ്ങനെയാ നമ്മൾ പോകുന്നത്? വണ്ടിയില്. ആരുടെ വണ്ടിയില്? ആണല്ലോ, നമ്മുടെ വണ്ടിയിലാണല്ലോ. കഴുകിയോ നീ? ഇതൊന്നും ചെയ്തിട്ടില്ല ഇതുവരെ. എന്നിട്ട് വീട്ടിൽ നിൽക്കുമോ നീ? ഇത്ര നേരം നീ അവരിപ്പ പോവും. ഞാനിപ്പ നിർത്തിക്കോളാം പരിപാടി. അറിയാലോ എന്നെ. മൂക്കാൻ പട്ട ഇടിച്ച് പൊട്ടിക്കണോ? നിന്റെ പൊട്ടിക്കണോന്ന് അറിയാലോ. സ്വഭാവം അറിയാലോ. അല്ല മനു, നീ എന്തിനാ ഇത്രയും ചൂടാവുന്ന കൊച്ചിന്റെ അടുത്ത്?
പറു അതൊക്കെ അപ്പോഴപ്പം തീർക്കണം. പിന്നെ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ വിഷയമോ, അതുകൊണ്ട് ഇപ്പോഴങ്ങ് തീർത്ത് വിടണം. അത് നിങ്ങൾ നീ മെൻ്റലി ഇതാവുന്നു പറ. ഇതാണോ നീ കാണിച്ചു തരാമെന്ന് പറഞ്ഞേ? എന്തായാലും ഇത് കാണിച്ചു തരാൻ കൊണ്ടുവന്നതിന് നന്ദി. വിഷ്ണു, നമുക്ക് 2 പെഗ് അടിച്ചാലോ? കഴിക്കാം, പക്ഷെ അവരുടെ മുമ്പ് വെച്ച് അങ്ങനെ. അവരുടെ മുമ്പ് വെച്ച് അടിച്ചേക്ക് എന്തോ കുഴപ്പം? എന്റെ അച്ഛൻ എനിക്ക് പണിഞ്ഞു തന്ന വീട്ടിൽ വെച്ച് കള്ളു കുടിക്കുന്നോടാ. അവൾ ഒഴിച്ചോണ്ട് വരും, നമ്മൾ അടിക്കും. അവരുടെ മുന്നിൽ ഇരുന്ന് നമ്മൾ അടിക്കും. എങ്ങനെയുണ്ട്? കൊള്ളാം. മീര 2 പെക്കിങ് എടുത്തേ. കുടിക്കാൻ പറട്ടോ. ഡേ ഇന്നത്തെ തന്നെ ഇത്രയും വെള്ളം ഒഴിച്ചേ? വെള്ളം ആരോഗ്യത്തിന് നല്ലതല്ലേ? ആരോഗ്യത്തിന് നല്ലയാ. ഇത്രയും വെള്ളം ഒഴിക്കണം. പാലായിരുന്നു ഒഴിക്കണ്ടേ? തറുതല പറഞ്ഞ ഇതെടുത്ത് ഞാൻ മോത്തിയാൽ ഒഴിക്കും കേട്ടോ. കുടിച്ചോ. ഡേ എടാ മുഖം ഇരിക്കുന്നുണ്ടോ നീ? ഇതെന്തോ അത്? രുചിയില്ല, മണോ ഇല്ല, ഗുണോ ഇല്ല, ഒന്നുമില്ല. എന്തോ ഉണ്ടാക്കി വെച്ചേക്കുന്നേ? ഇന്ന് ഇച്ചിരി പഞ്ചാര ഇടട്ടെ? വീണ്ടും തറുതല പറയുന്നു. അച്ഛേ, ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ടൊന്ന് പോകണം, പുറത്ത് പോകണം. അതുകൊണ്ട് ഞങ്ങളെന്നാ പോയിട്ട് വേറെ ദിവസം വരാം. ഇതൊക്കെ പോയാ പോരെ? അയ്യോ, എന്റെ ഫോൺ അവിടെ കുത്തിയിട്ടൊക്കെ എടുക്കാൻ വിട്ടുപോയി. തിരികെ പോയി എടുത്തിട്ട് വരാം. ഫോണല്ലേ? ഇല്ല, അവൻ അല്ല, ഏട്ടൻ മറന്നു പോയായിരുന്നു. എന്താ? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ സമയം കിട്ടുമ്പോ അങ്ങോട്ട് ഇറങ്ങ. പോട്ടെ എന്നാ ഫോൺ. എടി നീ എന്തോ പറഞ്ഞേ? എടി ഭൂമിയിൽ നിന്നെ പോയിട്ട് പോകുന്ന നീ മാത്രമേ ഉള്ളൂ. ആ മനുവിന്റെ ഗട്സ് കണ്ടോ? അയാളുടെ ഭാര്യ ഈ വിരല നിർത്തുന്നു, ഈ വിരലില്. അയാൾ കൈ ഒന്ന് കാണിച്ചാൽ അവർ കിടിടാന്ന് കിടന്ന് വിറയ്ക്കും. ഈശ്വര, അടുത്ത ജന്മത്തിലെങ്കിലും ഇത്ര അനുസരണമുള്ള ഒരു ഭാര്യയുടെ ഭർത്താവാൻ പറ്റണേ. കേറ്.